ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആദിലയും അക്ബറും തമ്മിലൊരു കോൺവെർസേഷൻ ആണ് കേട്ടോ. ഊഞ്ഞാലിൽ ഇരുന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല ഒന്നാന്തരം വില്ലനായിരുന്നു. ഷാനവാസിക്കെതിരെയും അനീഷേട്ടനെതിരെയും ഒക്കെ ഞാൻ വില്ലനായിട്ട് നിന്നിട്ടുണ്ട്. അവര് പ്രധാന കഥാപാത്രമാണെങ്കിൽ ഞാനായിരുന്നു വില്ലൻ. അപ്പൊ വില്ലന് ടോപ്പ് 5 ഒരു ചാൻസ് ഉണ്ട്. എല്ലാവരും നിങ്ങളുടെ ഗ്യാങ് തന്നെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വില്ലൻ ഒരു സ്ഥാനം ഇല്ലാതായി പോവില്ല. അതുകൊണ്ട് വില്ലൻ തീർച്ചയായിട്ടും ഉണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട്. അക്ബറിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് എനിക്ക് തോന്നുന്നു അക്ബർ ടോപ്പ് 5 കയറുമായിരിക്കും. അക്ബർ ടോപ്പ് 5 വരണം എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അക്ബർ കാരണം കുറെ വലിയ പ്രശ്നങ്ങൾ ഹൗസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അക്ബർ എപ്പോഴും ഹൗസിനകത്തെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. ഓരോ പ്രശ്നത്തിലും അക്ബറിന്റേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതായിട്ട് നമുക്കൊക്കെ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, അക്ബർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും വെളിയിലേക്ക് ഭയങ്കരമായ രീതിയിൽ അതിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അക്ബർ ഉണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങളുടെ ഇന്റൻസിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പലരും കാണുന്നുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പ് കൂട്ടിയുള്ള ആ ഒരു ഗെയിം ആണെങ്കിലും എല്ലാം ഈ നോക്കൌട്ട് കളിയൊക്കെ മുമ്പുള്ള പല സീസൺസിൽ പലരും കളിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കൌട്ട് ഗെയിം കളിച്ച് ഇവിടം വരെ എത്തിയ ഒരു മത്സരാർത്ഥിയാണ്. പിന്നിലേക്ക് നോക്കിയാൽ ഒരുപാട് പേര് അക്ബറിന്റെ കൂടെ ഇരുന്നവരാണ് പുറത്തായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കളിച്ച ഒരാളെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ടോപ്പ് 5 എത്താൻ ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നണമെന്നില്ല. അക്ബറിന്റെ ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ടോപ്പ് 5 വരുമായിരിക്കും, അല്ലെങ്കിൽ ടോപ്പ് 6 വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് അതിലും എടുത്ത് പറയുന്നുണ്ട്, ഞാൻ വില്ലനാണ്, വില്ലൻ എന്തായാലും ടോപ്പ് 5 ടോപ്പ് 6 വരും എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ആഴ്ച ഇനി അക്ബർ പുറത്താകുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് വലിയ ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അക്ബർ ടോപ്പ് 5 ടോപ്പ് 6 വന്നോട്ടെ, അതെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിൽ ഇരുന്ന് ആ ഒരു എന്താ പറയുക ഡാർക്ക് അടിച്ചതാണെങ്കിലും എല്ലാം കണ്ടിട്ട് ഒരു ഇച്ചിരി ഒരു സോഫ്റ്റ് കോൺട്ര ഫീൽ ചെയ്തിരുന്നു. ഇന്ന് അനുമോളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതായിട്ടും കണ്ടിരുന്നു. കോംപ്രമൈസ് ആക്കുകയാണ് കേട്ടോ, അല്ലാതെ വേറെ മറ്റേ ഭയങ്കര ഗ്രഡ്ജും കാര്യങ്ങളും ഒന്നും വെച്ചോണ്ടിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അനുമോൾ അങ്ങോട്ട് പോയാണ് സംസാരിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സീസണിന്റെ തുടക്കത്തിൽ അക്ബർ ഇതേ രീതി ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അനീഷേട്ടനും ഷാനവാസിക്കൊക്കെ നായകന്മാരാണെങ്കിൽ ഞാനാണ് വില്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെൽഫ് അവെയർ ആയിട്ടാണ് അക്ബർ ഗെയിം കളിച്ചത്, അല്ലാതെ വലിയ ഷോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും ഷോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ടോപ്പ് 5 ഡിസേർവിംഗ് ആണ്. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടോപ്പ് 5 ടോപ്പ് 6 അക്ബർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും